Hi guys, again welcome back to Hack for Tech. Hack for Tech പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പൈത്തനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൈത്തൺ തികച്ചും ബിഗിനറിന് വേണ്ടി മാത്രമായിട്ടുള്ള ഒരു വീഡിയോയാണ്. ഓക്കെ, അപ്പം പൈത്തണിലെ കുറച്ച് മൊഡ്യൂൾസ്, ലൈബ്രറീസ്, എന്താണ് പൈത്തൺ, അതുപോലെ തന്നെ പൈത്തൻ്റെ കോഡിങ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ കോഡിങ്ങിലോട്ട് പോകാം. അതുപോലെ തന്നെ അതിൽ വിർച്വൽ മെഷീൻ എന്താണെന്നും അതുപോലെ തന്നെ നമ്മൾ പൈത്തൺ കോഡിങ്സിലെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, ലൈബ്രറീസ്, മൊഡ്യൂൾസ്, പൈത്തനെ എന്നിങ്ങനെ പറഞ്ഞുള്ള കുറച്ച് കാര്യങ്ങൾ. ഇപ്പം പൈത്തൺ അറിയാതെ ബാക്കിയുള്ള ലാംഗ്വേജസ് പഠിച്ചാലും ശരിയാവില്ലത്. ഇപ്പോൾ കാരണം പൈത്തൺ ഈസ് ബേസിക്. അതുപോലെ തന്നെ പൈത്തൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഹാറ്റ് ലാംഗ്വേജസ് എന്ന് തന്നെയാണ് പറഞ്ഞത്. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിൻ്റെ ലാംഗ്വേജാണ് പൈത്തൺ എന്ന്. കാരണം പൈത്തണിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പ്രോഗ്രാംസ് ഇല്ല. പൈത്തണിൽ ഈസി ആയിട്ടൊരാൾക്ക് ലേൺ ചെയ്യാനും അതുപോലെ തന്നെ കോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് പൈത്തൻ്റെ ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ കോഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് വേണം, കുറച്ച് സോഫ്റ്റ്വെയർസ് നമുക്ക് പ്രീ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അത് ഏതൊക്കെയാണ്? അതായത് വിൻഡോസിൽ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈത്തൺ SDKയും അതുപോലെ തന്നെ ID ഒരു എൻവയോൺമെൻറ്റ് പ്ലാറ്റ്ഫോമും കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പം അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോയിൽ കിടപ്പുണ്ട്. അപ്പം അതൊന്ന് കാണുക. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പൈത്തൺ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിൽ ആൻറ്റി വൈറസുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ എല്ലാം തന്നെ ഡിസേബിൾ ചെയ്യണം. അതുപോലെ തന്നെ വിൻഡോസ് ഡിഫൻഡറിനെയും ഈ ഒരു വിൻഡോസ് ഡിഫൻഡറിനെയും ഫയർവാൾസിനെയും എങ്ങനെ ഡിസേബിൾ ചെയ്യാമെന്നുള്ള വീഡിയോയും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് മെയിൽ ചെയ്യുകയോ അതല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയോ ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മളതിനകത്ത് പൈത്തൺ SDK ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൈച്ചാം എന്ന് പറഞ്ഞൊരു എൻവയോൺമെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ പൈച്ചാം ഓൺ ചെയ്യാം. പൈച്ചാം ഇപ്പം ഓപ്പൺ ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോ ബിഗിനർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അഡ്വാൻസ് ലെവലിലോട്ടല്ല ചെയ്തേക്കുന്നത്, ജസ്റ്റ് ഒരു ബിഗിനറിന് മനസ്സിലാവുന്ന രീതിയിൽ അഡ്വാൻസ് ലെവലിലോട്ട് നമ്മൾ ചെയ്യും ഇനിയുള്ള വീഡിയോസ്. ഓക്കെ, ഇതൊരു കണ്ടിന്യൂവേഷൻ, ഒരു സീരീസ് പോലെ തന്നെയാണ് പോകുന്നത്. ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 1 മന്ത് പ്രോഗ്രാം പോലെയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് പൈത്തൻ്റെ. ഓക്കെ, നമുക്കൊരു ഫയൽ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പം ക്ലിയർ ചെയ്തേക്കാം. ഫയല് ന്യൂവ്, ഒരു നെയിം കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇത് ഓപ്പൺ ആക്കാം. പൈച്ചാം എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മുമ്പേ എടുത്ത ആ ഒരു പേജ് ക്ലിയർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തൊരു പ്രൊജക്റ്റ് കിടപ്പുണ്ടായിരുന്നു. അപ്പം അത് ഫസ്റ്റ് തൊട്ടല്ല വരുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ ചെയ്തത്. അപ്പം നമുക്ക് നേരെ ഫയല് ന്യൂ പ്രൊജക്റ്റ്, ഇത് നമ്മൾ ലൊക്കേഷൻ പൈത്തൺ പ്രൊജക്റ്റിലോട്ട് തന്നെയാണ് പോകുന്നത്. അതുപോലെ തന്നെ വിർച്വൽ വിർച്വൽ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം ലൈബ്രറീസ് ഉണ്ട്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്കിനും ലൈബ്രറീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ ഒരു പ്രിൻറ്റിങ് സെക്ഷൻ അല്ലെങ്കിൽ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു കമാൻഡ് കൊടുക്കുമ്പോഴത്തേക്കിന് നമ്മൾ അതിനകത്ത് ഓൾറെഡി ചെയ്തിരിക്കുന്ന കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട്, എങ്ങനെ പ്രിൻറ്റ് ചെയ്യണമെന്ന്. ആ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നതാണ് ലൈബ്രറി. അപ്പം ഇതിൻ്റെ ന്യൂ വേർഷനും ഉണ്ട്, ഓൾഡ് വേർഷൻ, അതായത് കുറച്ചുകൂടെ പുതിയതായിട്ടുള്ള വേർഷനും കാണും. ചിലപ്പം ചില പ്രൊജക്റ്റിനകത്ത് പഴയ വേർഷനായിട്ടുള്ളത് കൊടുത്താൽ മതി ലൈബ്രറീസ്, ചിലതിനകത്ത് പുതിയ അപ്ഡേറ്റഡ് വേർഷൻ കൊടുക്കണം. അപ്പം അങ്ങനെയുള്ള ടൈമിൽ ചില പ്രൊജക്റ്റിനകത്ത് ഓൾഡ് വേർഷൻ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിന് അത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല, അതല്ലെങ്കിൽ കറക്റ്റായിട്ട് റൺ ചെയ്യണമെന്നില്ല. അതിനുവേണ്ടിയാണ് നമ്മളൊരു വിർച്വൽ എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു വിർച്വൽ എൻവയോൺമെൻറ്റിൽ ഇട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് നമുക്ക് ഈസി ആയിട്ട് റൺ ചെയ്യിക്കാൻ പറ്റും.
Okay, next make available to all project കൊടുക്കുക. Then create കൊടുക്കുക. This window കൊടുത്താൽ മതി. ഓക്കെ, ഒരു വിർച്വൽ എൻവയോൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു പ്രിൻറ്റിങ്, അതുപോലെ തന്നെ കൺകാജിനേഷൻ. ഇപ്പം നമ്മുടെ സിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യുന്നത് ഇൻഡ്, ക്യാര്, ഫ്ലോട്ട് എന്നിങ്ങനെ നമ്മൾ പ്രീഡിഫൈൻ ചെയ്യണം. പക്ഷേ നമ്മൾ ഇതിനകത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പം കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അവിടെ നിന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഫയൽ ന്യൂ ഫയൽ കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു ഇപ്പം എൻ്റെ നെയിം തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ പ്രൊജക്റ്റോ എന്തെങ്കിലും കൊടുക്കാം. .py കൊടുക്കണം, പൈത്തൻ്റെ പ്രോഗ്രാം ആയതുകൊണ്ട് ഫോർമാറ്റ്. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ ഒരു പ്രിൻറ്റ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പ്രിൻറ്റ് ചെയ്യിക്കുക. ഇപ്പം പ്രിൻറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട കമാൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോഡ് എന്ന് പറയുന്നത് പ്രിൻറ്റ് ബ്രാക്കറ്റ്. അതിൽ നിങ്ങൾ എന്ത് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും പ്രിൻറ്റ് ചെയ്യും. ജസ്റ്റ് കോളം കൊടുത്തതിന് ശേഷം ഇപ്പം എന്തുവാ ഹലോ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി ഡബിൾ കോളൻ അല്ലെങ്കിൽ സെമി കോളൻ കൊടുത്തില്ലെങ്കിലും അത് പ്രിൻറ്റ് ചെയ്യും. നമുക്കിനി റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ റൺ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. റൺ എന്ന് പറഞ്ഞ് കിടക്കുന്നതിനകത്ത് റൺ നമ്മളുടെ കൊടുത്തിരിക്കുന്ന പേര്, പ്രൊജക്റ്റിൻ്റെ നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ റണ്ണ് ചെയ്യിക്കുക. റൺ ചെയ്യിക്കും താഴെ ഒരു ഫോൾഡറിൽ നമ്മൾ എന്താണോ കൊടുത്ത കമാൻഡ്, അതായത് ഇപ്പോൾ നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യാൻ കൊടുത്തത് പ്രിൻറ്റ് ഹലോ എന്നാണ്. സോ ഇവിടെ ഹലോ എന്ന് പറഞ്ഞ് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനിയും രണ്ട് വേർഡിനെ ഇനി നമുക്ക് പ്രിൻറ്റ് ചെയ്യിക്കാം. രണ്ട് വേർഡിന്, അതായത് ഇപ്പം രണ്ട് സ്ട്രിങ്ങിനെ ഇപ്പം നമുക്ക് നോർമലി പറയുന്ന പോലെ രണ്ട് സ്ട്രിങ്ങിനെ വേണമെങ്കിൽ നമുക്ക് കൺകാജിനേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡിനെ കൺകാജിനേറ്റ് ചെയ്യും. പക്ഷേ സ്ട്രിങ്ങും ഇൻഡും കൂടെ നമുക്കൊരിക്കലും ആഡ് ചെയ്യാനോ കൺകാജിനേറ്റ് ചെയ്യാനോ പറ്റില്ല. ഫോർ എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ കൺകാജിനേഷൻ രണ്ട് സ്ട്രിങ്ങിനെ ഒരുമിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് ആണ് കൊടുക്കുന്നത്. പ്ലസ് കൊടുക്കുക. ഒരു ബ്രാക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്യണം. എന്നിട്ട് നമ്മൾ പ്ലസ് കൊടുക്കുക. പ്ലസ് കൊടുത്തതിന് ശേഷം ഇപ്പം സെക്കൻഡ് ഹലോ എന്ന് കൊടുക്കാം. ഹലോ കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ റിമൂവ് റിഡക്ഷൻ പാത്ത് കൊടുത്താൽ മതി, അത് കറക്റ്റ് ആയിക്കോളും. ഓക്കെ, നമുക്കിനി ഇതൊന്ന് റൺ ചെയ്യിച്ച് നോക്കാം.
ഇവിടെ ഇപ്പോൾ ഒരു എററാണ് കോസ് ചെയ്തിരിക്കുന്നത്. കാരണം നമ്മളിപ്പം കൊടുത്തിരിക്കുന്നത് ഒരു സ്ട്രിങ്ങും ഒരു ഇൻറ്റീജർ വാല്യൂയും. ഒരിക്കലും ഒരു സ്ട്രിങ്ങും ഇൻറ്റീജർ വാല്യൂയും കൂടെ കൺഗ്രാജുവേറ്റ് ചെയ്യത്തില്ല. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ സ്ട്രിങ്ങും ആണെങ്കിൽ കൺഗ്രാജുവേറ്റ് ചെയ്യും, അതുപോലെ തന്നെ ഇൻറ്റീജറും ആണെങ്കിലും ചെയ്യും. പക്ഷേ ഒരു ഇൻറ്റീജറും സ്ട്രിങ്ങും ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഡിഫൈൻ ചെയ്യണം. സ്ട്രിങ് അതിന് str എന്നാണ് കൊടുക്കുന്നത്. സ്ട്രിങ് ഓഫ് എ, ഇവിടെ സ്ട്രിങ് ഓഫ് ബി കൊടുക്കണം. ഓക്കെ, ദെൻ നമുക്ക് ഇനി റൺ ചെയ്യിച്ച് നോക്കാം റൺ ആവുന്നുണ്ടോ എന്ന്. സോ ഇവിടെ റണ്ണായി, നമ്മുടെ കോഡ് സക്സസ് ആയി. കാരണം ഹലോ മൗസ് ക്ലസ്റ്റർ തന്നെ വെച്ച് കാണിച്ചു തരാം. ഹലോ 3 വെൽക്കം 7 നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹലോ സ്ട്രിങ് എ വെൽക്കം സ്ട്രിങ് ബി. സ്ട്രിങ് എക്ക് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 3ഉം ബിക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 7ഉം ആണ്. സോ നമുക്ക് ഈ ഒരു സ്ട്രിങ് റൺ ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് സക്സസ് ആയി തന്നെ പറയാം. ഓക്കെ, നമുക്കിനിയും അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് പ്രീ ഡിഫൈൻ ചെയ്യാതെ എങ്ങനെ നമ്മളിപ്പം പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ വേറൊരാൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വാല്യൂ കൊടുക്കുന്നത്, അതിനെയും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിനു വേണ്ടി നമ്മൾ മറ്റേതിനകത്ത് ചെയ്തിരിക്കുന്നത് സിയിലൊക്കെ ആണെങ്കിൽ ഇൻഡിക്കൽ ടു എന്നോ അങ്ങനെ നമ്മൾ കൊടുത്തായിരുന്നു നേരത്തെ പ്രീ ഡിഫൈന് വേണ്ടി നമ്മൾ ഡിഫൈൻ ചെയ്യാതെ പ്രീ ഡിഫൈന് വേണ്ടി ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ഇതിനകത്ത് പൈത്തൻ്റെ കേസിനകത്ത് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ജസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്കും ഇൻഡ് എന്ന് പറഞ്ഞ ഒരു ലൈബ്രറിയാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇൻപുട്ട് എന്ന് പറഞ്ഞ ലൈബ്രറിയാണ് കൊടുക്കുന്നത്. ഇൻപുട്ട് ഓഫ് enter a number. ഓക്കെ, ഇത് നമുക്കൊന്ന് റൺ ചെയ്യിച്ച് നോക്കാം. സോ നമ്മൾ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് enter എ നമ്പർ എന്ന് ഇൻപുട്ടിൽ നമ്മൾ കൊടുത്തു. കാരണം പ്രീഡിഫൈൻ ചെയ്യാൻ പറ്റും. a = 3 എന്നും b = 7 കൊടുത്തു. ഹലോ സ്ട്രിങ് ഓഫ് എ പ്ലസ് വെൽക്കം സ്ട്രിങ് ഓഫ് ബി എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴെ ഇനിയും റൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എൻ്റർ എ വാല്യൂ, നമുക്കൊരു വാല്യൂ എൻ്റർ ചെയ്യാം. 56 നമ്മളിപ്പം കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പം നമുക്ക് എൻ്റർ എ നമ്പർ എന്നുള്ളിടത്ത് 6ഉം വന്നു, ബാക്കി ഇതിലെ സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റും ചെയ്തു. ഓക്കെ, നമുക്കിനി ഇങ്ങനെ ചെയ്യാതെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് a = 2 എന്ന് പറഞ്ഞും കൊടുക്കാം. ഇപ്പം ഡിഫൈൻ ചെയ്യുന്നില്ല. ഡിഫൈൻ ചെയ്യാതെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് ടൈപ്പ് ചെയ്തേക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ തന്നെ കൊടുക്കുന്നു. ഇവിടെ സ്പേസ് ഇട്ടിട്ടേ കൊടുക്കാവൂ. ഇവിടെ ഇൻപുട്ട് enter a number. ഇവിടെ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴത്തേക്കിന് ഇവിടെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം a = input enter a number, b = 7 പ്രിൻറ്റ് ഹലോ സ്ട്രിങ് എ. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ സ്ട്രിങ് എ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ പ്രീ ഡിഫൈൻ ചെയ്യുക. കാരണം ഈ ഒരു എക്ക് വാല്യൂ നമ്മളിപ്പം കൊടുത്തിട്ടില്ല. നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ കൊടുക്കുന്നില്ല, അത് റൺ ചെയ്യുമ്പോഴാണ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് റൺ ചെയ്യിച്ച് നോക്കാം. എൻ്റർ എ നമ്പർ 5 കൊടുത്തു. ക്ലസ്റ്റർ പോയിൻ്റ് അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ പണി കിട്ടും. താഴെ ക്ലിക്ക് ചെയ്തതിന് ശേഷമേ ഇപ്പം 68 കൊടുത്തു, എൻ്റർ കൊടുത്തു. അപ്പം ഇവിടെ റൺ ചെയ്തിരുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഹലോ കഴിഞ്ഞ് സ്ട്രിങ് എക്ക് വരെ നമ്മളിപ്പം കൊടുക്കുന്ന നമ്പർ വരണം. അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹലോ 68 വെൽക്കം 7. നമ്മൾ 68 ആണ് ഇവിടെ കൊടുത്തിരുന്നത്, അതുകൊണ്ടാണ് 68 വന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു സക്സസ് ആയി. ഇനി നമ്മൾ കൺഗ്രാജുലേഷനിൽ ഈ ഒരു ബിക്ക് പകരം ഈ ഒരു സ്ട്രിങ് ഇങ്ങനെ കൊടുക്കാതെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു ഇൻറ്റീജർ തന്നെ കൊടുക്കാതെ എൻ്റർ ടു നമ്പർ എന്ന് കൊടുക്കാം. ദെൻ നമുക്ക് റൺ ചെയ്യിച്ച് നോക്കാം റൺ ആവുമോ. എൻ്റർ ടു നമ്പർ വന്നു. താഴെ നമ്മൾ
ക്ലിക്ക് ചെയ്തതിന് ശേഷം 56 കൊടുത്തു. ട്രാക്കിംഗ് ഇവിടെ ഒരു എററാണ്. കാരണം നമ്മൾ ഇവിടെ ഒരു ഇൻറ്റീജർ അല്ലെങ്കിൽ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ ഇവിടെ ഒരു വേരിയബിളിനെ കൂടെ നമുക്ക് ഡിക്ലെയർ ചെയ്യണം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം b=2 എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് വെക്കാം. ഇങ്ങനെ പോയാൽ ശരിയാവുമെന്ന്. ഓക്കെ, റൺ കൊടുത്തു. ഇൻവാലിഡ് സിൻടാക്സ് എറർ. അപ്പം നമുക്ക് ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താലും ഇത് റൺ ആവത്തില്ല. ഒരു വാല്യൂ കൊടുത്തു. അതിന് ശേഷം നമുക്ക് റൺ ചെയ്യിക്കാം. ഇപ്പോൾ ഇവിടെ റൺ ആയത് എൻ്റർ ടു നമ്പർ 56 വന്നു. വെൽക്കം ഹലോ 56 വെൽക്കം 5. ഇനി ഇവിടെ നമുക്ക് ഇൻപുട്ട് വാല്യൂ തന്നെ കൊടുത്ത് നോക്കിയാലോ. ഇൻപുട്ട് ഓഫ് enter a number. ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഒരു ചെറിയ സ്പേസിൻ്റെ ഉണ്ടായിരുന്നു. സോറി, കോഡ്സ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് ശ്രദ്ധിച്ച് വേണം കൊടുക്കാൻ. ഓക്കെ, എൻ്റർ എ നമ്പർ. അത് കഴിഞ്ഞതിന് ശേഷം കോളിനെ ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റർ എ നമ്പർ 5 കൊടുക്കാം. താഴെ കൊണ്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം 5 കൊടുക്കുക. 5 കൊടുത്ത് എൻ്റർ കൊടുക്കുക. സെക്കൻഡ് നമ്പർ ചോദിക്കുന്നു, അതിൽ 6 കൊടുക്കുക, എൻ്റർ കൊടുക്കുക. ഹലോ 5 വെൽക്കം 6 നമ്മളിവിടെ കൊടുത്ത സ്ട്രിങ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യമേ പറയുന്നുള്ളൂ. കാരണം ഇനിയും കൂടുതൽ കാര്യങ്ങൾ അതിനകത്ത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലെന്തി വീഡിയോ ആയിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുമില്ല. അപ്പം ഇത്രയും കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യുക. നമ്മൾ അതിനുള്ള സൊല്യൂഷൻസും കാര്യങ്ങളെല്ലാം പറയുന്നതായിരിക്കും. ദെൻ എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട്, അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു തന്നാൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ദെൻ നമ്മൾ അടുത്ത വീഡിയോയിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് രീതിയിലുള്ള കോഡും കാര്യങ്ങളും പറഞ്ഞു തരികയും പൈത്തനെ പറ്റി പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ മിസ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഫസ്റ്റ് ഈ ഒരു പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ ടൂൾസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണമുണ്ട്. അപ്പോൾ ആ ടൂൾസ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊന്ന് കാണുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടനോടെ എനേബിൾ ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊരു ഈ ഒരു വീഡിയോ വർത്ത്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക, അവരിലോട്ട് എത്തിക്കുക നമ്മുടെ ചാനൽ. ഓക്കെ, അപ്പം അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവർ, ഇറ്റ്സ് മീ ഹാരിഷ് സൈനിങ് ഓഫ്.